ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 6-ാം വാക്യം. അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഈ സൗഖ്യമായി കഴിഞ്ഞപ്പം അവൻ്റെ അസുഖം എന്തായിരുന്നു പറയാമോ? അസുഖം എന്തായിരുന്നു? അമ്മയുടെ ഉദരം തൊട്ട് നടക്കാൻ പറ്റുകയില്ല. ഈ നടക്കുമ്പോൾ നമുക്ക് ഈ നമ്മുടെ കാലിൻ്റെ ഗുണം അറിയത്തില്ല. ഒരെണ്ണം ഒന്ന് മുറിക്കണം, ഒരെണ്ണേ ഒന്ന് മുറിക്കുമ്പോഴേ അതിൻ്റെ 2 കാല് തന്നവരൊക്കെ സ്തോത്രം പറഞ്ഞു. കാലുവേദനയാണെന്ന് പറയാൻ നിലവിളിക്കുന്നവരുണ്ട്. ഇടയ്ക്ക് ആ മെഡിക്കൽ കോളേജിൽ ആക്സിഡൻറ്റ് സെക്ഷനിൽ ഒന്ന് നന്നേച്ച് വന്നാൽ ആ വേദന എതിരെ പോയെന്ന് അറിയത്തില്ല. ഒരു അവിടെ ഒരുത്തരും കാലില്ലെന്ന് പറഞ്ഞ് കരയുക. നിന്നെ എത്ര സൂക്ഷിച്ചിരിക്കുക. ഒരു കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്യുക. തന്ന ആരോഗ്യത്തിനായി സ്തോത്രം ചെയ്യുക. ഞാൻ എപ്പോഴും പറയണ്ട, ഒരു അസുഖവും ഇല്ലാത്തതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. ഒരാമ്യം വരുന്നില്ല. ഞാൻ ഇച്ചിരുടെ ഗഹനമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പം അമ്മയുടെ ഉദരം തൊട്ട് മുടന്തനാണ്. അവരോട് പറയുകയാണ്, വെള്ളി എനിക്കില്ല, പൊന്ന് എനിക്കില്ലെന്ന് പറഞ്ഞ് അവൻ്റെ കൈക്ക് പിടിച്ച് അവൻ എന്ത് ചെയ്തു? അവൻ തുള്ളിച്ചാടി ആലയത്തിൽ കയറിയെന്ന്. അവന് തുള്ളിയും അല്ലയോ? അങ്ങനല്ലയോ? അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും കരഞ്ഞും പള്ളി കയറിയെന്നല്ല, നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് തുള്ളിപ്പോയി. അവര് പറയും ഉണ്ടെന്നില്ല, അങ്ങനെയൊന്നും തുള്ളല്ലെന്ന്. നീ തുള്ളണ്ടാവേ, പക്ഷെ ഇവൻ തുള്ളും. കാരണം എന്താ? ഇവൻ ഇത്ര നാൾ ഇരുന്നോണ്ട് ഇവന് തുള്ളി. ഇസ്രായേലിന്റെ രാജാവ് പണ്ടെന്ന് തുള്ളിച്ചാടി ഉണ്ടെന്നില്ല. അന്നേരം ഈ പുള്ളിക്കാരത്തി മേളിൽ ലിഫ്റ്റിക്ക് ഇട്ടുകൊണ്ടിരിക്കുക. ആരെ? മീകള് പോക്കറ്റ് കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ. അന്നേരം അവിടെ ഭർത്താവ് കിടന്ന് എന്ത് ചെയ്യും? ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടിക്കൊണ്ട് വരിക. അവൾ ഇറങ്ങി ഇങ്ങനെ വന്ന് ഒരു കൈ ലിഫ്റ്റിക്ക് ഒരു കൈ കണ്ണാടിയും വെച്ചു. ഇങ്ങനെ ചൂണ്ടി, നീ ആരാന്നറിയാവോ? രാജാവ് പറഞ്ഞു, മാരടി മടയപ്പെണ്ണ, ഞാൻ ആരാന്നറിയാം? നിന്റെ അപ്പൻ തരുന്നതിനേക്കാൾ തെരഞ്ഞെടുപ്പ് എൻ്റെ ദൈവം എനിക്ക് തന്നു. ആരാധന തടഞ്ഞവിടെ ഉദരം അടഞ്ഞുപോയി. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഞാൻ ദൂതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരുക. യേശുവിൻ്റെ നാമത്തിൽ ഈ നാമത്തിൻ്റെ ശക്തി ഭയങ്കരമാ. എത്ര വലിയ കാർമേഘം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ചില സമയത്ത് ഈ 4 മണിയൊക്കെ ആകുമ്പോൾ കണ്ടിട്ടില്ലയോ, ആകാശമെല്ലാം കൂടെ കറുത്തുരുണ്ട്. നമ്മളൊരു 3 മണിയാകുമ്പോഴേ വീട്ടിലെ ലൈറ്റിടുള്ളൂ. നമ്മൾ ഇന്ന് തകർക്കുമെന്ന് പറയുമ്പോൾ മുറ്റത്തെ പേരണിഞ്ഞാൽ നമ്മൾ പറയും ഇപ്പം എല്ലാം പോകുമെന്ന് പറയും. എൻ്റെ കാരണം എന്താ? കാർമേഘം വന്നു കൂടിയായിരുന്നു. ഒരു കാറ്റിങ്ങനെ നമ്മനെ തിരുവല്ല പെയ്യേണ്ടതിനെ കോന്നിക്കപ്പുറത്ത് കൊണ്ട് പെയ്ച്ചു. ഇതുപോലെ നിൻ്റെ പ്രശ്നമെല്ലാം കൂടി ഇങ്ങോട്ട് ഉരുണ്ടുകൂടി വരുമ്പോൾ നീ ഇങ്ങനെ യേശുവിൻ്റെ നാമം പറയുമ്പോൾ അത് ദിശ മാറിപ്പോകുന്നത്, ഏറിയ മാറിപ്പോകുക. യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഇരിക്കുന്ന ചില നിൻ്റെ വീടിൻ്റെ അന്തരീക്ഷം ക്ലിയർ ആകുക. ഇത് യേശുവിൻ്റെ നാമമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ഞാൻ പറയാൻ പോവാ. അപ്പോൾ ഇവനിങ്ങനെ തുള്ളിച്ചാടി പള്ളി കയറിയപ്പം ഈ പള്ളിയിലെല്ലാം വലിയ പ്രശ്നമായി. കാരണം ഈ നാമം അങ്ങ് പരന്നു. കാണുന്നവർ പറയാം, എടാ നമ്മൾ ഇന്നലെ ഭിക്ഷ കൊടുത്ത പുള്ളിയല്ലയോ ഈ തുള്ളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവൻ ആരാ? പറഞ്ഞു. എന്നിട്ട് 2 ഉപദേശിമാർ വന്ന് യേശുവിൻ്റെ നാമം പറഞ്ഞതാ. ഇത് കേട്ടപ്പോൾ കേട്ടവനും നൃത്തം ചെയ്യാൻ തുടങ്ങി. ഭയങ്കര ബഹളോ. ഉടനെ അവരെല്ലാം കൂടെ സമിതി കൂടി പെട്ടെന്ന് അപ്പോസ്തലന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ നാമത്തിൽ ഇനി അശേഷം മിണ്ടിപ്പോയല്ലോ. അങ്ങനെ നമ്മളെ മിണ്ടാതാക്കാൻ ഇന്നും ചേട്ടന്മാർ പലരും എഴുന്നേൽക്കുന്നുണ്ട്. അവർ 4-ാമത്തെ 16-ാം വാക്യം, ആക്ട്സ് ചാപ്റ്റർ 4:16. പ്രത്യക്ഷമായ ഒരടയാളം അവർ അതിന് മുമ്പിൽ മുതൽ ഈ മനുഷ്യനെ എന്ത് അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും
ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വകയില്ലായിരുന്നു. അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു, ഈ മനുഷ്യനെ എന്ത് ചെയ്യേണ്ടു? പ്രത്യക്ഷമായ ഈ മനുഷ്യരെ എന്ത് ചെയ്യണം? പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരൂശലേമിൽ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. നമ്മളെല്ലാം പള്ളിയിൽ പോയപ്പോൾ പിറ്റ കൊടുത്തു വെച്ചാൽ പുള്ളി ഇവന്മാർ തുള്ളിച്ചാടി ആലയത്തിൽ കയറ്റി ഇവൻ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ എന്തോ ചെയ്യണം? നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല. എങ്കിലും അത് ജനത്തിൽ ചിലര് എതിർക്കുന്നുണ്ടെങ്കിലും അവർക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയുള്ളതിനൊന്നും കൂട്ടില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചാലും രോഗി സൗഖ്യമാവുമെന്ന്. നമ്മളാരും മിണ്ടുന്നില്ലല്ലോ. അപ്പൊ പൂർണ്ണമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നിഷേധിക്കാൻ പറ്റുന്നില്ല. കാര്യം ഇത് ഇവരുടെ മുമ്പ് യാഥാർത്ഥ്യം നിൽക്കുമല്ലേ. ഇങ്ങനെ അവനന്നെ പോകുന്നുമില്ല, നൃത്തം ചെയ്ത് നിൽക്കുക. എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൻ ഒരു കാര്യം ചെയ്യാം, നമ്മളെ സൂക്ഷിച്ചോണം. ഇത് പരന്നാൽ മൊത്തം എണ്ണം ഇവിടെ വിട്ടുപോകും. ആ ഉദയമാർ പുതിയ യോഗം തുടങ്ങിയേക്കോ അവിടെ. ടെൻ്റെക്കാട്ടി വലിയ ടെൻ്റാ ഞാൻ കണ്ടായിരുന്നു. എൻ്റെ പൊന്നുമോനെ പിടിച്ചു നിർത്തിക്കോണം ജനത്തെ. പിന്നെ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന്. ഒരു കാര്യം അടിക്കാനും തടവിടാനൊന്നും പറ്റാത്ത കാര്യം, ജനമെല്ലാം കൂടെയാ അടിച്ച ഇവർക്ക് പ്രശ്നം. അതുകൊണ്ട് പറഞ്ഞു നമുക്കൊരു കാര്യം, നാം അവരെ തർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്ന് തർജ്ജനം ചെയ്യാം. ഈ നാമത്തിൽ ഇനി അശേഷം മിണ്ടല്ലോ. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്. ബൈബിൾ മറന്നില്ല, എഴുതി യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്. പറഞ്ഞാലും പ്രോബ്ലം ഇല്ല, പക്ഷെ യേശുവിന്റെ നാമം എന്ത് ചെയ്യാൻ പാടില്ല? അശേഷം സംസാരിക്കരുത്. അശേഷം സംസാരിക്കരുത്. ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. സംസാരിക്കുക മാത്രമല്ല ഉപദേശിക്കരുത്. അതിന് പത്രോസും യോഹന്നാനും പറഞ്ഞ അപ്പോസ്തലന്മാര്, എന്നാ പിന്നെ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അനുസരിക്കുവാണ്, ഇനി മേലാൽ പ്രസംഗിക്കാതിരിക്കാൻ ശ്രമിക്കാം, ആരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ സ്തോത്രം, നമ്മൾ യേശുവിൻ്റെ നാമം ഇനിയും പറയത്തില്ല എന്നല്ല പറഞ്ഞേ കേട്ടോ. അതിന് പത്രോസും യോഹന്നാനും രണ്ടുപേരും കൂടെ ഒന്നിച്ചാ മറുപടി. ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ന്യായമോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്കോ? ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടും കേട്ടും ഇരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനും പറയുക, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നേ. ആരെല്ലാം പറഞ്ഞാലും ഞങ്ങൾ പറഞ്ഞിരിക്കും.